ബോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇതാ അവസാന ഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ 9ാമത്തെ ഓവറിനായി പട്ടോളി മാർക്കറ്റിൽ നിന്നും ഓച്ചിറ ബിൽഡേഴ്സിന് വേണ്ടി ഓമന കുട്ടനാണ് ബോൾ എറിയുന്നത്. അളിയെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഫീൽഡ് കുറച്ചുകൂടെ ടൈറ്റ് ആക്കണം. ബേസിൽ നീ ഇത്ര ഇറങ്ങിയിരിക്കുന്നതിനാണ്, കേറി നിൽക്ക്. കഴിഞ്ഞ വിക്കറ്റ് പോയതോടെ അമ്മ പേടിച്ച് കിടുങ്ങിയിട്ടുണ്ടാ. നമ്മൾ സിംഗിൾസ് കൂടെ കൊടുക്കാതെ പ്രഷർ ചെയ്ത് കഴിഞ്ഞ് ഈ ഓവറോടെ നമുക്ക് കളി ജയിക്കാം. കേറി നിന്നോ, ഇതാ വെച്ചല്ലേ ഇവരെ പുതിയ ഇറക്കോലാണോ ഇനി കളി നോക്കുന്ന ഇപ്പൊ സച്ചും കുച്ചൊക്കെ കണ്ടപടി ഓടിക്കാണ്. എവനത് ഊത്തസപ്പ അത് വിടാളിയാ. ഫീൽഡ് നമുക്ക് ടൈറ്റ് ആക്കണം, ഈ ഓവറിൽ ജയിക്കണം. അണ്ണാ നിങ്ങളാ നിങ്ങളുടെ സച്ചു എന്ത്? അവൻ പോയി, അവൻ വീട്ടിൽ പോകാൻ അത്യാവശ്യം വീട്ടിൽ നിന്ന് വിളി വന്നു. ബാറ്റ് എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. 3/4 മണിക്കൂർ വരുമെന്ന് പറഞ്ഞിട്ടാ പോയത്. പക്ഷെ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കുണ്ട്ര ഇന്ത്യൻസിന് 8 വിക്കറ്റ് പോകുന്ന വിചാരിച്ചോട്ടാ. സാരമില്ല, ഇനിയിപ്പോ ഞാൻ കളിക്കാം. അണ്ണാ നിങ്ങൾക്ക് അതിന് കളിക്കാൻ അറിയോ? നിങ്ങൾ ഇന്നുവരെ ഈ ഗ്രൗണ്ടിന്റെ പരിസരത്ത് വന്നിട്ടുണ്ടോ? ഇവന്മാര് മുട്ട ഡിസ്കഷനിലാണല്ലോ. കളിക്കാൻ അറിയോന്ന് ഞാൻ കളിച്ച് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഗ്രൗണ്ടിന്റെ പരിസരത്ത് വന്നിട്ടുണ്ടോ നീ അത് കണ്ട? അതാ എന്റെ അപ്പച്ചിയുടെ വീട്. ഈ ഗ്രൗണ്ടിൽ കൂടെ പോകുന്നതാണ് എനിക്ക് ഷോർട്ട് കട്ട്. അറിയാം എന്തോന്നപ്പച്ചി? എടാ രമണി അപ്പച്ചി നിനക്ക് അറിയത്തില്ലോ അത് കിട്ടും. നീ അങ്ങോട്ടങ്ങനെ അടിക്കാനുള്ള പ്ലാനാണോ? യവന്മാരെ എടാ, തോറ്റിട്ട് പോണ വഴിയിൽ ആ പുളിമരത്തിൽ നിന്ന് പുളിയും പറിച്ചോണ്ട് പോകാന്ന് പറയായിരിക്കും. നീ പോയി കുറ്റി പറിക്കടാ. ലാസ്റ്റ് വിക്കറ്റ് ആണ്, ഔട്ട് ആവരുത്. മുട്ടിയിട്ടാ മതി, ഞാൻ കളിച്ചോളാം. ചോദ്യം മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ഇതാ ഈ ഓവറിലെ 2ാമത്തെ ബോൾ. എന്തോ മാങ്ങാത്തൊരു ബോളാണ് എറിയുന്നത്. അണ്ണാ അത് എന്റെ കുഴപ്പം കൊണ്ടൊന്നുമില്ല. ആ പലയിടത്ത് എങ്ങനെ ഫോർ അടിച്ചണ്ട. ഞാൻ പറഞ്ഞില്ലേ അവൻ വിഷയം. എടാ ബോൾ പുളി എന്നാ പുളി മാക്സ്വെലിനെ പോലെ അടിക്കാൻ ഫിനിഷ് ചെയ്യണം. കട്ട സപ്പോർട്ട് തന്നെ കുമ്മിൻസ് ആയിട്ട് ഞാൻ അപ്പം ഉണ്ടാവും. അണ്ണാ അടുത്തൊരു ഫോർ അടിക്കാൻ അവരുടെ പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് അവന്റെ ആശ ശ്രദ്ധിച്ച 2 സൈഡിലേക്ക് എങ്ങോട്ട് 4 പ്ലേസ് ചെയ്യാൻ അവന്റെ പ്ലാൻ. അവൻ പറഞ്ഞിട്ട് അടിക്കുന്ന അവന്റെ സ്റ്റൈൽ. ഞാൻ പറഞ്ഞില്ലേ, അവൻ വന്ന് കയറിയപ്പോ തൊട്ട് വിഷയം. അവന്റെ ആ കണ്ണിലെ തീഷ്ണത കണ്ട. നിർത്തടാ, കേട്ടതിനേക്കാൾ വലുതാണ് വന്ന് കയറിയും സത്യം തൊലിച്ചോണ്ടിരിക്കാതെ പോയി വിക്കറ്റ് എടുക്കടാ. അതെ, പരീക്ഷ എത്ര നേരം ഡിസ്കസ് ചെയ്യാൻ? നമ്മളെ ടൈം ഔട്ട് വിളിക്കും കേട്ടോ. പ്രതീക്ഷയോടെ അടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. രഞ്ജു തന്നെയാകുമോ അവർ കാത്തിരിക്കുന്ന സേവ്യർ? നമുക്ക് നോക്കാം. പോയി എടുക്കണ പെട്ടെന്ന്. കുണ്ട്ര ഇന്ത്യൻസ് ഇതാ 4 റൺസ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. അയ്യോ അണ്ണാ, മനസ്സിലായ 2 സൈഡിലേക്ക് അടിക്കണ്ട, ബാക്കിലേക്ക് പ്ലേസ് ചെയ്യാൻ അവരെ ഉദ്ദേശിച്ചത്. നമ്മൾ ഊച്ച തെറ്റായി പോയതാ. വീണ്ടും മിണ്ടരുത്. എങ്ങോട്ടാണ് ബാക്ക് ഷോട്ട്? പൊളി, ഒന്നും പറയണ്ടെന്ന്, എല്ലാവരും നിമിത്തം. അതെ, അണ്ണൻ ഇവിടെ വരാനും ഞങ്ങളെ അടുപ്പിച്ച് ജയിപ്പിക്കാനും ഡിഗ്രി ഇല്ലാത്ത അണ്ണന്റെ അനിയും പോയ കോഴ്സ് പഠിക്കാനും. എടാ അതിന് ഡിഗ്രി വേണമെന്നൊന്നുമില്ല. ആർക്ക് വേണേലും ആ കോഴ്സ് പഠിക്കാം. സ്റ്റുഡൻസിനും പ്രൊഫഷണൽസിനും ആർക്ക് വേണേലും പഠിക്കാം.